ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളിൽ പുതിയൊരു സമവാക്യം എഴുതി ചേർക്കപ്പെടുകയാണ്. നയതന്ത്ര തലത്തിൽ സൗഹൃദം പങ്കുവെക്കുമ്പോഴും സാമ്പത്തിക താൽപ്പര്യങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. അമേരിക്കയിൽ നിന്നുള്ള പയറുവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ 30% തീരുവ ഏർപ്പെടുത്തിയ നടപടി ആഗോള വ്യാപാര ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. കേവലം ഒരു നികുതി വർധനവ് എന്നതിലുപരി അമേരിക്കയുടെ ട്രേഡ് പ്രൊട്ടക്ഷനിസം നയങ്ങൾക്ക് ഇന്ത്യ നൽകുന്ന നിശബ്ദമായ എന്നാൽ ശക്തമായ മറുപടിയായാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. 2026 തുടക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് തൻ്റെ രണ്ടാമത്തെ ഭരണ കാലയളവിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ കൈക്കൊണ്ട ഈ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി വ്യാപാര കരാറുകളെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ നിലവിലുള്ള ഈ നികുതി വർധനവിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വലിയ തോതിലുള്ള പരസ്യം നൽകിയിരുന്നില്ല. സാധാരണയായി വലിയ നയതന്ത്ര തീരുമാനങ്ങൾ ആഘോഷിക്കപ്പെടാറുണ്ടെങ്കിലും ഈ സൈലന്റ് ഷോക്ക് പുറം ലോകമറിഞ്ഞത് അമേരിക്കൻ സെനറ്റർമാർ പ്രസിഡന്റ് ട്രംപിന് കത്തയച്ചതോടെയാണ്. അമേരിക്കൻ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ മോദി സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് സെനറ്റർമാരായ കെവിൻ ക്രാമറും സ്റ്റീവ് ഡെയ്ൻസും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ പുതിയൊരു അധ്യായമാണിതെന്ന് നിസ്സംശയം പറയാം. ഇന്ത്യൻ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് പരിപ്പും പയറുവർഗ്ഗങ്ങളും. ലോകത്തിലെ മൊത്തം പയറുവർഗ്ഗ ഉപഭോഗത്തിൻ്റെ 27% ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇത്രയും വലിയൊരു വിപണി കൈപ്പിടിയിലൊതുക്കാൻ ഏതൊരു കയറ്റുമതി രാജ്യവും ആഗ്രഹിക്കും. അമേരിക്കയിലെ നോർത്ത് ഡക്കോട്ട, മൊണ്ടാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഇന്ത്യ വലിയൊരു വരുമാന സ്രോതസ്സാണ്. എന്നാൽ അമേരിക്ക സ്വന്തം ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് നൽകുന്ന സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും പലപ്പോഴും ഇന്ത്യൻ കർഷകരുടെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമാകാറുണ്ട്. ഇന്ത്യയിലേക്ക് കുറഞ്ഞ വിലയ്ക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒഴുകുമ്പോൾ അത് ആഭ്യന്തര കർഷകരുടെ വരുമാനത്തെ ബാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വന്തം രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആത്മനിർഭർ ഭാരത് നയത്തിൻ്റെ ഭാഗമായി ഇന്ത്യ ഇറക്കുമതി തീരുവ ഉയർത്തിയത്. അമേരിക്ക പലപ്പോഴും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന നികുതി ചുമത്താറുണ്ട്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് ഇത് നാം കണ്ടതാണ്. ഇതിന് അതേ നാണയത്തിൽ മറുപടി നൽകുക എന്ന തന്ത്രമാണ് ഇന്ത്യ ഇപ്പോൾ പയറ്റുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 30% നികുതി ഏർപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യൻ വിപണിയിൽ അവയുടെ വില വർദ്ധിക്കുകയും സ്വാഭാവികമായും ഉപഭോക്താക്കൾ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പയറുവർഗ്ഗങ്ങളിലേക്ക് തിരിയുകയും ചെയ്യും. ഇത് ഇന്ത്യൻ കർഷകർക്ക് മികച്ച വില ലഭിക്കാൻ സഹായകരമാകുകയും ചെയ്യും. നോർത്ത് ഡക്കോട്ടയിലെയും മൊണ്ടാനയിലെയും കർഷകർ നേരിടുന്ന പ്രതിസന്ധി സെനറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് കാർഷിക കയറ്റുമതിയാണ്. ഇന്ത്യ ഏർപ്പെടുത്തിയ 30% തീരുവ അമേരിക്കൻ പയറുവർഗ്ഗങ്ങളുടെ ഡിമാൻഡ് ഇന്ത്യയിൽ ഗണ്യമായി കുറച്ചു. ഇത് കർഷകരുടെ വരുമാനത്തെ നേരിട്ട് ബാധിക്കുകയും വലിയ തോതിലുള്ള ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കാൻ കാരണമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് നേരിട്ട് ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നത്. 2020 ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പയറുവർഗ്ഗങ്ങളുടെ നികുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അന്ന് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഒരു പരിധിവരെ പ്രശ്നപരിഹാരം കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ്. ട്രംപ് 2.0 ഭരണകൂടം അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ ഫസ്റ്റ് എന്ന നിലപാടിലേക്ക് മാറിക്കഴിഞ്ഞു. വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതിന് മുമ്പ് ഇന്ത്യയെക്കൊണ്ട് ഈ നികുതി വർധനവ് പിൻവലിപ്പിക്കുക എന്നതാണ് സെനറ്റർമാരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾക്കും തുല്യമായ ഗുണം നൽകണമെന്നാണ് ഇന്ത്യയുടെ പക്ഷം. ഇന്ത്യയുടെ ഈ നീക്കം കേവലം സാമ്പത്തികമായ ഒന്നല്ല, മറിച്ച് തന്ത്രപരമായ ഒന്നുകൂടിയാണ്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളമുണ്ടെന്ന് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഇതിലൂടെ സാധിച്ചു. ഒരു വശത്ത് അമേരിക്കയുമായി പ്രതിരോധ മേഖലയിലും സാങ്കേതിക വിദ്യയിലും സഹകരിക്കുമ്പോഴും വ്യാപാര കരാറുകളുടെ കാര്യത്തിൽ തങ്ങളുടെ താൽപ്പര്യങ്ങൾ ആരുടെ മുൻപിലും പണയം വയ്ക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് മോദി സർക്കാർ ഇപ്പോൾ നൽകുന്നത്. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക സ്വയംഭരണാധികാരത്തിൻ്റെ അടയാളമാണ്. ഇന്ത്യയിലെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇറക്കുമതി തീരുവ കൂടുമ്പോൾ പരിപ്പ് വർഗ്ഗങ്ങളുടെ വില ചെറിയ തോതിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. സമാന്തരമായി അമേരിക്കൻ കർഷകർക്ക് വിപണി നഷ്ടപ്പെടുന്നത് ട്രംപ് ഭരണകൂടത്തിന് വലിയ തലവേദനയാകും. ഇത് ഇന്ത്യയുമായി ഒരു പുതിയ വ്യാപാര കരാറിൽ എത്തുന്നതിന് അമേരിക്കയെ നിർബന്ധിതരാക്കും. അത്തരം ഒരു കരാറിൽ ഇന്ത്യക്ക് കൂടുതൽ അനുകൂലമായ നിബന്ധനകൾ ഉൾപ്പെടുത്താൻ ഈ തീരുവ വർധനവ് ഒരു സമ്മർദ്ദ തന്ത്രമായി ഉപയോഗിക്കാം. ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കം എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒന്നല്ല. ഒരു വശത്ത് കർഷകരുടെ താൽപ്പര്യങ്ങളും മറുവശത്ത് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളും സന്തുലിതമായി കൊണ്ടുപോകാൻ ഇരു രാജ്യങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. ട്രംപ് ഭരണകൂടം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി ഉറ്റുനോക്കപ്പെടുന്നത്. തീരുവ കുറയ്ക്കാൻ ഇന്ത്യ തയ്യാറാകണമെങ്കിൽ പകരം ഇന്ത്യയുടെ ചില ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയും ഇളവുകൾ നൽകേണ്ടി വരും. ഈ വിഷയം ഒരു പാഠമാണ്.
ആഗോളവൽക്കരണത്തിൻ്റെ കാലത്തും ഓരോ രാജ്യവും തങ്ങളുടെ ആഭ്യന്തര താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നു. ഇന്ത്യയുടെ നിശബ്ദമായ ഈ നീക്കം ഫലത്തിൽ ഒരു നയതന്ത്ര വിജയമായി മാറുമോ എന്ന് വരും മാസങ്ങളിൽ നമുക്കറിയാം. അമേരിക്കൻ സെനറ്റർമാരുടെ കത്ത് ഒരു തുടക്കം മാത്രമാണ്. വരാനിരിക്കുന്നത് കടുത്ത വ്യാപാര ചർച്ചകളുടെ ദിനങ്ങളാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമായി തുടരണമെങ്കിൽ പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യാപാര നയം അനിവാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.